നമുക്കില്ലേ ചെറുതായിട്ട് ചൂടാക്കാനായിട്ട് ഈ 30 സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണില് ഒരു പ്രാവശ്യം നിക്കാം. അപ്പൊ ഇവിടെ 30 സെക്കൻഡ് എന്ന് പറഞ്ഞു വരും. നമുക്കത് 1 മിനിറ്റ് ആക്കണമെങ്കിൽ വീണ്ടും ഒന്നും കൂടി നിക്കാം. 1.5 വെക്കണമെങ്കിൽ ഒന്നും കൂടി നിക്കാം. നമുക്ക് ചെറുതായിട്ട് ചായ, സ്നാക്സ്, ഇപ്പൊ ബേക്കറിന്ന് തുടങ്ങുന്ന പപ്സ് ഒക്കെ ചൂടാക്കാനായിട്ട് ഇതേപോലെ ചെയ്താൽ മതി. 1 മിനിറ്റ് ഒക്കെ തന്നെ ചെയ്താൽ മതി, ധാരാളം. എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മതി, വേറെ ഓപ്ഷൻസിലേക്ക് ഒന്നും പോകണ്ട. ഓക്കെ, ഇവിടെ ഓഫ് ആക്കുമ്പോ 2 പ്രാവശ്യം നിൽക്കണം. ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ പൗസേ ആവുള്ളൂ. എന്നിട്ട് ഒന്നും കൂടി നിൽക്കിയാല് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വരെയൊക്കെ ഇതിൽ തന്നെ ചെയ്താൽ മതി. 1 2 3 അങ്ങനെ നോക്കിയിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇത് സമയം കുറഞ്ഞു വരും, എന്നിട്ട് ഓഫ് ആവും. പിന്നെ നമുക്ക് ഓപ്ഷൻ വരുന്നത് മൈക്രോവേവ് ആണ്. മൈക്രോവേവ് ഇതായത് ഈ സെയിം ചൂടാക്കണത് മൈക്രോവേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് അത് ചൂടാക്കണത്. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെയുള്ള കൂടുതൽ സമയത്തിലേക്ക് പോകണമെങ്കിൽ മൈക്രോവേവിൽ പ്രസ് ചെയ്യാം. ഈ 900 വാട്ട്സ് ആയിരിക്കും അത് ബേസിക് വരുന്നത്. അത് ഇടുമ്പോഴാണ് കൂടുതൽ പെട്ടെന്ന് ചൂടാകണത്. അതായത് ഈ സെലക്റ്റില് ഒന്നും കൂടി നെക്കി കഴിഞ്ഞാൽ 900 നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കണ്ട ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ 900 പെട്ടെന്ന് ചൂടാക്കി ഇടുന്നത്. അപ്പൊ അത് സെലക്ട് കൊടുക്കുക. സെലക്ട് കൊടുക്കാതെ വെറുതെ വെച്ചാലും അത് ഓട്ടോമാറ്റിക് സെലക്ട് ആയിക്കോളും. 900 സമയത്തിലേക്ക് വന്നോളും. കണ്ട സമയത്തിലേക്ക് വന്നു. ഇത് മേളിലേക്കുള്ള ആരോല് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡ് വെച്ച് കൂടുള്ളൂ. ഇത് നെക്കി പിടിക്കുക. നെക്കി പിടിക്കുമ്പോൾ സമയം പെട്ടെന്ന് കൂടും. അത് കുറക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ആരോല് നെക്കി പിടിക്കുക. ഓക്കെ, എന്നിട്ട് ഇഷ്ടമുള്ള സമയം വെക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, ഒന്ന് പറഞ്ഞുതരാം. മൈക്രോവേവിൽ പ്രസ് ചെയ്യുക, സെലക്ട് കൊടുക്കുക, മേളിലേക്കുള്ള ആരോല് നെക്കി പിടിക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. അതായത് ഇപ്പൊ പച്ചക്കറി വേവിക്കുക, വെള്ളം തിളപ്പിച്ചെടുക്കുക, അപ്പൊ കൂടുതൽ സമയം വേണ്ടി വരും, 5 മിനിറ്റ് അങ്ങനെ ചെയ്യുക. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രില്ലാണ്. ഗ്രില്ലിന് വേണ്ടിയിട്ട് ഈ ഹൈറ്റ് ഉള്ള സ്റ്റാൻഡാണ്, ഹൈ റാക്ക് എന്നാണ് ഇങ്ങനെ പറയണത്. ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് വെച്ചാലേ നമുക്ക് ഈ കോയില്, ഇവിടെ ഒരു കോയിലുണ്ട് കണ്ട, ഈ കോയിലിനോട് അടുത്ത് ഫുഡിരിക്കുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് ഇതിന്റെ മുകളിലാണ് ഇത് വെക്കണത്. അപ്പൊ ഗ്രില്ലിൽ പ്രസ് ചെയ്യാം. അപ്പൊ നേരെ സമയം കാണിക്കും. ഈ മേളിലേക്കുള്ള ആരോല് നെക്കി പിടിക്കുക, പഴയ പോലെ തന്നെ സമയം വെക്കുക. അതിനൊരു 20 മിനിറ്റിലേക്കൊക്കെ വരും, ആ സമയം വരും. അത് ചെയ്ത് നമ്മളത് പഠിക്കുള്ളൂ. എന്തോരം സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, അത് ഇഷ്ടമുള്ള അത്ര പോകും. നമ്മളത് കുറെ പ്രാവശ്യം ഇങ്ങനെ നെക്കി ബട്ടൺ കംപ്ലൈന്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ സമയത്തിന് മൈക്രോവേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ ഗ്രില്ല് ചെയ്യുമല്ല, ഗ്രില്ല് ചെയ്യുമ്പോൾ ഇവിടെ ഇത് വെച്ചിട്ട് ഗ്രില്ല് ഓപ്ഷനാണല്ലോ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ കനം കുറഞ്ഞ പീസൊക്കെ ആണെങ്കിൽ ഗ്രില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രം ചൂസ് ചെയ്താൽ മതി. അതല്ല ഇച്ചിരി കനമുള്ള ചിക്കൻ്റെ കാല് പോലത്തെ അല്ലെങ്കിൽ അൽഫാമിന്റെ പീസ് പോലത്തെ ഒക്കെ ആണെങ്കിൽ ഗ്രിൽ പ്ലസ് മൈക്രോവേവ് എന്ന് പറഞ്ഞ താഴെ കോമ്പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഒരു സിമ്പിൾ കിടക്കുന്നുണ്ട്, ഗ്രില്ലിന്റെ മൈക്രോവേവിന്റെ സിമ്പിൾ 1 കോമ്പിനേഷൻ 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് സെലക്ട് കൊടുക്കുക. ഗ്രിൽ അതിൽ മൈക്രോവേവിന്റെ ബോട്ട്സ് 600 വരുള്ളൂ, അത് 900 പോകത്തില്ല. അത് വെക്കുക. എന്നിട്ട് ഗ്രില്ലിന്റെ സമയം കൊടുക്കുക. അപ്പൊ ഉള്ളും കൂടി നല്ലോണം വേഗം കൂടി ചെയ്യും. അതല്ലെങ്കിൽ ഗ്രില്ല് മാത്രം ഇട്ടിട്ട് മൊരിഞ്ഞ് കഴിയുമ്പില്ലേ ഒരു 2 മിനിറ്റ് ഒന്ന് മൈക്രോവേവില് വെച്ചാൽ മതി. അപ്പൊ ഉള്ളും നല്ലോണം വെന്തോളൂ കേട്ടോ. പിന്നെ അടുത്തത് കേക്ക് ബേക്കിംഗ് ആണ്. കേക്ക് ബേക്കിങ്ങിന് കൺവെൻഷനിൽ നിൽക്കുക. 180 ഡിഗ്രി എന്ന് പറഞ്ഞു വരും. ഇത് നമുക്ക് കൂട്ടാനും കുറക്കാനും ആരോ തന്നെ ചൂസ് ചെയ്യാം. 180 ഡിഗ്രി ആയിരിക്കും മിക്ക കേക്കുകൾക്കും 180 ഡിഗ്രി ആയിരിക്കും. പ്രീ ഹീറ്റ് ചെയ്യാൻ ചിലപ്പോൾ 200 പറയണത്. അപ്പോൾ 180 വെക്കുക, അല്ലെങ്കിൽ 200 പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 വെച്ചിട്ട് സെലക്ട് കൊടുക്കുക. എന്നിട്ട് മേളിലേക്കുള്ള അരോല് നെക്കി പിടിക്കുക. പഴയ പോലെ തന്നെ അതൊരു 25 മിനിറ്റ് ഒക്കെ ആയിരിക്കും മിക്കവാറും എല്ലാ കേക്കുകൾക്കും വന്നത്. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് തുറന്നാൽ മതി. തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇത് പൗസ് ആവും കണ്ട. എന്നിട്ട് അവിടെ വെച്ച് ആഡ് ചെയ്തിട്ട് പൗസ് റിപ്പീറ്റ് അവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇവിടെ നിൽക്കാലും ഇത് പൗസ് ആവും. ഓക്കെ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഇത് 3 ഇതിന്റെ ബേസിക് ഫങ്ഷൻസ്: മൈക്രോവേവ്, ഗ്രില്ല്, കൺവെൻഷൻ. ഇനി ഇതിന്റെ കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ 1 എന്ന് പറഞ്ഞാൽ ഗ്രിൽ പ്ലസ് മൈക്രോവേവും, കോമ്പിനേഷൻ 2 എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ പ്ലസ് മൈക്രോവേവ്. കൺവെൻഷൻ വലിയ കേക്കൊക്കെ ചെയ്യാനാണ് കൺവെൻഷൻ പ്ലസ് മൈക്രോവേവ് ചെയ്യണം. പക്ഷെ അത് നല്ലോണം യൂസ്ഡ് ആയിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ കേക്ക് കരിഞ്ഞു പോകും.
അപ്പൊ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം കൺവെൻഷനിൽ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് മൈക്രോവേവിൽ യൂസ് ചെയ്താലും മതി. ഓക്കെ, ബാക്കി മുകളിലത്തെ ഓപ്ഷൻസും ഈ താഴത്തെ ഈ ഓപ്ഷൻസ് ഒക്കെ ഇല്ലേ, ഓട്ടോ കുക്ക് മെനുവിൽ പറഞ്ഞ ഓപ്ഷൻസ് ആണ്. അതായത് ഇതിന്റെ കൂടെ ഒരു ബുക്ക് ഉണ്ടായില്ലേ, ആ ബുക്കിൽ ഈ നമ്പർ കൊടുത്തിട്ട് ഇവിടെ 1, 2 ഇതുണ്ടാവും, ഓട്ടോ റീഹീറ്റ് കുക്ക്, അതിൽ 1, 6, ഇത് 2, 1 അതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ ചിലപ്പോഴേ ഉണ്ടാക്കുള്ളൂ. നമ്മൾ യൂഷ്വലി മാനുവൽ ഇത് യൂസ് ചെയ്യുള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ റെസിപ്പി പോട്ടെ, ഓട്ടോ റീഹീറ്റിൽ ചിക്കൻ പീസസ് ഉണ്ടാക്കണമെന്ന് വെച്ചു. 2, 2 ആണ്. അപ്പോൾ ഓട്ടോ റീഹീറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടറിൽ നിൽക്കാം. ഓട്ടോ റീഹീറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടറിൽ നിൽക്കിയിട്ട് അപ്പോൾ ഇവിടെ 1 ആയിരിക്കും വന്നത്. ഇവിടെ 2, 2 ആണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 1 മാറ്റി 2 ആക്കുക. ഇത് സെലക്ട് കൊടുക്കുക. വീണ്ടും ഇവിടെ 2, 2 ആക്കുക. എന്നിട്ട് ഈ ബുക്ക് നോക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ 3 ക്വാണ്ടിറ്റി ഇവർ പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 500, 600 ഗ്രാം ആണെങ്കിൽ 2 പീസാണ് വെക്കേണ്ടത്. കണ്ടോ, ബ്രഷ് ദ ചിക്കൻ പീസസ് വിത്ത് ഓയിൽ ആൻഡ് സൈസ് പെപ്പർ സോൾട്ട്. ടൈപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹൈ റാക്ക് കണ്ട, ഹൈ റാക്കിലാണ് വെക്കേണ്ടത്. കണ്ടോ, അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അവർ. അപ്പോൾ ഹൈ റാക്ക് എന്ന് പറഞ്ഞാൽ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കണം പൊക്കമുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഹൈ റാക്കിൽ ആ ചിക്കൻ പീസസ് ബ്രഷ് ചെയ്ത് വെച്ചിട്ട് സെലക്ട് കൊടുക്കുക. സെലക്ട് കൊടുക്കുമ്പോൾ 300, 400 ഗ്രാം വരും. 500, 600 ഗ്രാമാണ് നമുക്ക് വേണ്ടത്. അത് വെച്ചിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. അത് ഓരോ ക്വാണ്ടിറ്റിക്ക് ഓരോ ടൈം ആയിരിക്കും. ഓക്കെ, അത് ചിലതിൽ മാത്രമേ ഈ 3 ക്വാണ്ടിറ്റി പറയുള്ളൂ, ചിലതിൽ ഒറ്റ ക്വാണ്ടിറ്റി പറയുള്ളൂ. അപ്പം നേരെ സ്റ്റാർട്ട് കൊടുത്താൽ മതി, സെലക്ട് കൊടുക്കാണ്ട് തന്നെ.